പഞ്ചായത്തിൽ വ്യാപക മഴക്കെടുതിയാണ് സംഭവിച്ചത്. 20ഓളം വീടുകളിൽ വെള്ളം കയറി. പതിവ് പോലെ മണികണ്ഠച്ചാൽ ചപ്പാത്ത് വെള്ളത്തിൽ മുങ്ങുകയും ബ്ലാവനക്കടവിൽ ജങ്കാർ സർവീസ് നിലയ്ക്കുകയും ചെയ്തു. ആദിവാസി ഉന്നതികൾ ഉൾപ്പെടെ യാത്രാ സൗകര്യമില്ലാതെ ഒറ്റപ്പെട്ടു. 2 അങ്കണവാടികളുടെ സംരക്ഷണ ഭിത്തി തകർന്നു. കുട്ടമ്പുഴ പഞ്ചായത്തിൽ മണികണ്ഠൻചാൽ ചപ്പാത്തിലാണ് പേമാരിയുടെ ആദ്യ പ്രത്യാഘാതമുണ്ടായത്. പൂയംകുട്ടി പുഴ നിറഞ്ഞ് ചപ്പാത്ത് വെള്ളത്തിനടിയിലായി. മണികണ്ഠൻചാലിലേക്കും വിവിധ ആദിവാസി ഉന്നതികളിലേക്കുമുള്ള ഗതാഗതം ഇതോടെ നിലച്ചു. മണികണ്ഠൻചാലിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയതാണ് മറ്റൊരു പ്രശ്നം. കുട്ടമ്പുഴ അട്ടിക്കളത്ത് 10ഓളം വീടുകളിൽ വെള്ളം കയറി. ഇതിനു മുമ്പും ഇവിടെ വെള്ളം കയറാറുള്ളതാണ്. ഈ വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. മഴ കുറഞ്ഞതോടെ വീടുകളിൽ നിന്ന് വെള്ളമിറങ്ങുകയും ചെയ്തു. ഒഴുകിയെത്തിയ മരം കുട്ടമ്പുഴയിലെ പാലത്തിന് ഭീഷണിയാകുമെന്ന ആശങ്ക ഉയർന്നു. പാലത്തിൽ തങ്ങി നിന്ന മരം ഫയർഫോഴ്സുകാരെത്തിയാണ് മുറിച്ചു നീക്കിയത്. നല്ല കാവലാണ്. ബ്ലാവനക്കടവിലെ ജങ്കാർ സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ്. കല്ലേലിമേട്ടിലെയും വിവിധ ആദിവാസി ഉന്നതികളിലെയും ജനങ്ങൾ ഒറ്റപ്പെട്ടു. കുട്ടമ്പുഴ ഉരുളൻതണ്ണി റോഡിലെ വെള്ളക്കെട്ടുമൂലം യാത്ര മുടങ്ങി. ഉരുളൻതണ്ണിയിലെ അങ്കണവാടിയുടെ മതിൽ ഇടിഞ്ഞു വീണു. മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിച്ചതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന സത്രപ്പടിയിലെ വീട്ടുകാരോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിക്കും. പ്രതികൂല കാലാവസ്ഥയിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വൈസ് പ്രസിഡന്റ് എൽദോസ് ബേബി പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ നാട്ടിലെ ഈ പ്രദേശത്തെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ്, ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. കാരണം നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു മഴയായിരുന്നു ഇന്നലെ ഉണ്ടായത്. അതിലൂടെ എല്ലാ മേഖലകളിലും വെള്ളം കയറിയും ആളുകൾക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഉള്ള സാഹചര്യമുണ്ട്. അടിയന്തരമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നുള്ള സംശയം വേണ്ട. ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ബന്ധപ്പെട്ടവരെ, അതാത് മേഖലയിലുള്ള ബന്ധപ്പെട്ടവരെ അറിയിക്കണം എന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. GTV ന്യൂസ് കുട്ടമ്പുഴ.